നമ്മളെ മലബാർ സൈഡിലോട്ട് കല്യാണം കഴിഞ്ഞാൽ ചെക്കൻ ആദ്യം പെണ്ണിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒരു ഗംഭീര തക്കാരം ഉണ്ടാവും. ഈ തക്കാരത്തിൻ്റെ മെയിൻ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തൊരു മൽപ്പിടുത്തായിരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഫുള്ള് ഡെസേർട്ട് നിരത്തി വെച്ചിട്ടുണ്ടാവും. അതിലുള്ള പ്രധാനമായിട്ടുള്ളൊരു ഐറ്റമാണ് ഈ പുഡിംഗ് എന്ന് പറയുന്നത്. പണ്ട് കല്യാണത്തിനും തക്കാരത്തിനും മാത്രം ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം ഇപ്പം നമുക്കൊക്കെ വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റും അതുപോലെ ജെംസ് മിഠായും കൂടെ വെച്ചിട്ടുള്ള പുഡിങ്ങാണ്. ആദ്യം കുറച്ച് ചൈന ഗ്രാസ്, അതിൻ്റെ പേരെന്തുകൊണ്ട് ചൈന ഗ്രാസ് വന്നതെന്ന് അറിയില്ല. എന്തായാലും ആ പുല്ലെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞാൽ 1 ലിറ്റർ പാല് അത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതേ സമയം തന്നെ നമ്മൾ ഈ കുതിർത്തി വെച്ചിട്ടുള്ള ചൈന ഗ്രാസും എടുത്തൊരു പാത്രത്തിൽ ചൂടാക്കുക. രണ്ടും ഒരേ സമയത്ത് ചൂടാക്കി തുടങ്ങുക. പാലൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആയാലും മതി. അത് എത്ര ഒഴിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്ര ഒഴിച്ചോളൂ. പ്രായം എത്ര ആയാലും ഈ മിൽക്ക് മെയ്ഡ് ഇങ്ങനെ കാണുമ്പം ഒന്ന് തൊട്ട് നിൽക്കാനുള്ള രസം അത് വേറെ തന്നെ. ഇത് ഒഴിച്ചതിന് ശേഷം പാല് നല്ലോണം അങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കൽ നിർത്തരുത്. അതിനുശേഷം നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂണ് കസ്റ്റർഡ് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ചൈനയിലെ പുല്ല് നല്ലോണം അലിഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞ വെള്ളം എടുത്തിട്ട് ഈ പാലിലോട്ട് മെല്ലെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇളക്കാണ് ഇതിൻ്റെ മെയിൻ. ഇളക്കിക്കൊണ്ടേ നിൽക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പാല് പതയ്ക്കുന്നതിൻ്റെ മുമ്പായിട്ടിട്ട് ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കുക. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ പാലൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ കുറച്ച് വലിയൊരു ബൗളിലൊക്കെ മാറ്റിയത്. അതുപോലെ കുറച്ച് ഭാഗം ഞാൻ ഒരു ചെറിയ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് ഓറിയോ മിക്സ് ചെയ്യാനും അതുപോലെ തന്നെ ജെംസ് മിക്സ് ചെയ്യാനും വേണ്ടിയിട്ടാണത്. പാലേ അധികം ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചങ്ങ് താന്നു പോലും കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടിക്കാൻ രസമാണ് നമുക്കത്. നമ്മൾ വലിയ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള അതിലേക്ക് ജെംസ് ഇട്ട് കൊടുക്കുക. അതൊന്ന് തണുത്തതിന് ശേഷം ജെംസ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ അതിൽ മുങ്ങിപ്പോവും. നമ്മൾ ഐറ്റം സെറ്റായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം അത്. കുറച്ച് നേരം പുറത്ത് വെച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കുക. ഒന്നുകൂടെ തണുപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇത് വായിലേക്ക് ഇടുമ്പോഴല്ലോ അതങ്ങ് അലിഞ്ഞു പോകും. ഇത് വളരെ ഈസി ആയിട്ട് 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.